വയ്ക്കുക, ക്രിയേറ്റ് വാല്യൂ, മൂല്യം വിതരണം ചെയ്യുക, ഡെലിവർ വാല്യൂ, മൂല്യം ഉപയോഗിക്കുക, ഹാർനസ്, മോണിറ്റൈസ് വാല്യൂ. 3. ഘട്ടം 1. മൂല്യം സൃഷ്ടിക്കുക. സ്റ്റെപ്പ് 1. ക്രിയേറ്റ് വാല്യൂ. പുതിയ ഡിസ്റപ്റ്റീവ് മോഡലുകൾ കണ്ടെത്തുക. നിലവിലുള്ളവയെ അനുകരിക്കാതിരിക്കുക. ഉൽപ്പന്നത്തിനപ്പുറം ചിന്തിക്കുക. ആർ പണം നൽകുന്നു, എന്തെല്ലാം സൗജന്യമാണ്, എന്താണ് പ്രധാനമെന്ന് പുനർനിർവചിക്കുക. സബ്സ്ക്രിപ്ഷൻ, ഫ്രീമിയം, പ്ലാറ്റ്ഫോം, ഓപ്പൺ സോഴ്സ് തുടങ്ങിയവ പരീക്ഷിക്കുക. മികച്ച മോഡലുകൾ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനാൽ നിങ്ങളുടേതായ മോഡൽ രൂപകൽപ്പന ചെയ്യുക. 4. ഘട്ടം 2. നിയമങ്ങൾ തിരുത്തിയെഴുതുക. സ്റ്റെപ്പ് 2. റീറൈറ്റ് ദ റൂൾസ്. പഴയ രീതികൾ മാറ്റുക. പഴയ മോഡൽ: ഓരോ വർഷവും ആന്റിവൈറസ് സോഫ്റ്റ്വെയർ വിൽക്കുക. പുതിയ മോഡൽ: സോഫ്റ്റ്വെയർ സൗജന്യമായി നൽകുക, വൈറസ് അപ്ഡേറ്റുകൾക്ക് പണം ഈടാക്കുക. ഫലം: പ്രവചനാതീത സബ്സ്ക്രിപ്ഷൻ, കൂടുതൽ സ്വീകാര്യത, എതിരാളികൾ പഴയ രീതിയിൽ തന്നെ. പാഠം: സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, ബിസിനസ് മോഡലുകളിലും മത്സരിക്കുക. 5. ഘട്ടം 3. മിടുക്കോടെ മത്സരിക്കുക. സ്റ്റെപ്പ് 3. കമ്പീറ്റ് സ്മാർട്ട്. ഗൂഗിൾ വേഴ്സസ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ്: ഓഫീസിന് $500. ഗൂഗിൾ: സൗജന്യവും ലളിതമായ വെബ് അധിഷ്ഠിത ആപ്സ്. തന്ത്രം: കുറഞ്ഞ നിലവാരത്തിൽ ഉപഭോക്താക്കൾ തുടങ്ങി ഉയർന്ന വിപണിയിലേക്ക് SMB ടു എന്റർപ്രൈസ് വികസിപ്പിക്കുക. വലിയ കമ്പനികൾക്ക് വേഗത്തിൽ പകർത്താൻ കഴിയില്ല. 5. ഘട്ടം 4. ഓപ്പൺ സോഴ്സ് ശക്തി. ഡ്രൂപാൽ കേസ്: 4 സ്വാതന്ത്ര്യങ്ങൾ. പ്രവർത്തിപ്പിക്കുക, പഠിക്കുക, മാറ്റം വരുത്തുക, പങ്കിടുക. ഡ്രൂപാൽ: ഓപ്പൺ, എക്സ്റ്റെൻസിബിൾ CMS. കമ്മ്യൂണിറ്റി: പണം നൽകാത്ത ഗ്ലോബൽ R&D. മാർക്കറ്റിംഗ്: ഓപ്പൺ സോഴ്സ് എന്നത് സൗജന്യ സോഫ്റ്റ്വെയർ മാത്രമല്ല, ഇതൊരു വികസന വിതരണ വിപ്ലവമാണ്. 6. ഘട്ടം 5. ഗുണിതങ്ങളും സ്വാധീനങ്ങളും, മൾട്ടിപ്ലയേഴ്സും ലെവേഴ്സും. ഗുണിതങ്ങൾ: മൂല്യം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ. കമ്മ്യൂണിറ്റി കോ-ക്രിയേഷൻ, വൈറൽ റീച്ച്, അപ്സെൽസ്, പങ്കാളിത്തം. സ്വാധീനങ്ങൾ: ചിലവ് സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്രൗഡ് സോഴ്സിംഗ്, ഓട്ടോമേഷൻ, പാർട്ട്ണർ ചാനൽസ്, ക്ലൗഡ് ഹോസ്റ്റിംഗ്. 7. ഘട്ടം 6. അക്വയുടെ ബിസിനസ് മോഡൽ. സ്റ്റെപ്പ് 6. അക്വയാസ് ബിസിനസ് മോഡൽ. സൗജന്യ സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം? എന്റർപ്രൈസ് സപ്പോർട്ട്, ഹോസ്റ്റിംഗ്, ടൂൾസ് എന്നിവ നൽകുക. സബ്സ്ക്രിപ്ഷൻ മോഡൽ ഉപയോഗിക്കുക. സൗജന്യ ടയറിൽ ആരംഭിച്ച് പ്രീമിയം ടൂൾസ് സർവീസസിലേക്ക് അപ്സെൽ ചെയ്യുക. 70% റെക്കറിംഗ് റവന്യൂ, 85% റിന്യൂവൽ റേറ്റ്. ഉയർന്ന റിട്ടൻഷൻ പ്ലസ് അപ്സെൽ പ്ലസ് പ്രവചനാതീത വരുമാനം, ഉയർന്ന മൂല്യം. 8. ഘട്ടം 8. എളുപ്പം സ്വീകരിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ. സ്റ്റെപ്പ് 7. സ്ലിപ്പറി പ്രോഡക്ട്സ്. ലളിതം, കുറഞ്ഞ ചെറിയ ചിലവ്, എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നത്, ഉടനടി മൂല്യം ലഭിക്കുന്നത്, നന്നായി സംയോജിപ്പിക്കുന്നത്, കൃത്യമായ ROI. ഹാബിറ്റ് ഫോമിംഗ്. ഉദാഹരണം: ഡ്രൂപാൽ: ബ്രൗസർ ബേസ്ഡ്, വേഗത്തിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, സൗജന്യം, കൂടുതൽ ഇന്റഗ്രേഷനുകൾ. 9. ഘട്ടം 9. റഷ്യൻ ഡോൾ വിലനിർണ്ണയം. സ്റ്റെപ്പ് 9. റഷ്യൻ ഡോൾ പ്രൈസിംഗ്. ലേയേർഡ് പാക്കേജിംഗ്. ഉപഭോക്താവ് മൂല്യത്തിന്റെ ഓരോ പടിയും കയറുന്നു. ഫ്രീ ട്രയൽ, ഫ്രീമിയം, പ്രൊഫഷണൽ, എന്റർപ്രൈസ്. ആഡ് ഓൺ ഫീച്ചേഴ്സ്, ബണ്ടിൽസ്, OEM എഡിഷൻസ്, API ടിയേഴ്സ്. പ്രധാന ചിന്താഗതി: സ്വീകരിക്കുന്നതിനു മുൻപ് ഉപയോഗത്തിൽ അടിമയാകുക. ഉദാഹരണം: അക്വയുടെ സൗജന്യ ഡെവലപ്പർ വേർഷൻ, പണം കൊടുത്തു വാങ്ങുന്ന എന്റർപ്രൈസ്, ക്ലൗഡ് ഹോസ്റ്റിംഗ്. 10. ഘട്ടം 10. പ്രധാന അളവുകൾ, മെട്രിക്സ് ദാറ്റ് മാറ്റർ. LTV vs CAC മാത്രമല്ല, താഴെ പറയുന്നവ കൂടി പരിഗണിക്കുക. റിട്ടൻഷൻ റേറ്റ്, അപ്സെൽ റേറ്റ്, പ്രെഡിക്റ്റബിലിറ്റി, ലെവറേജ്, ലൈഫ് സൈക്കിൾ വാല്യൂ ബൈ കോസ്റ്റ് ടു അക്വയർ പ്ലസ് റീറ്റെയിൻ. ഇതാണ് വിജയം. 11. ഘട്ടം 11. മൂല്യനിർണ്ണയ ഘടകങ്ങൾ. വാല്യുവേഷൻ ഡ്രൈവേഴ്സ്. ഗോൾഡ്മാൻ സാക്സ് ഡേറ്റ അനുസരിച്ച് ഉയർന്ന മൂല്യമുള്ള സ്ഥാപനങ്ങൾ: 30% വരുമാന വളർച്ച, 90% റിട്ടൻഷൻ, 10 മുതൽ 15% അപ്സെൽ, 70 മുതൽ 80% ഗ്രോസ് മാർജിൻ. അപ്സെലിൽ ഉണ്ടാകുന്ന 2% വർധനവ് 14x മൂല്യവർധനവിന് കാരണമാകും. 13. ഘട്ടം 16. ഡിമാൻഡ് വെയർ ഉദാഹരണം: ഷെയർഡ് സക്സസ് മോഡൽ. ഉപഭോക്താവ് സെയിൽസിന്റെ ശതമാനം നൽകുന്നു, ലൈസൻസിന് ഫിക്സ് എമൗണ്ട് അല്ല. നിങ്ങൾ കൂടുതൽ വിൽക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ നേടുന്നു. സ്കേലബിൾ, വിൻ വിൻ. ഫലം: 50% വളർച്ച, ഉയർന്ന റിന്യൂവൽ, 2x RPU, 25% പ്രോഫിറ്റ് മാർജിൻ. ഓപ്പൺ പ്ലാറ്റ്ഫോം, പാർട്ട്ണറുകൾ കൂട്ടിച്ചേർക്കുന്നു, R&D ചിലവ് കുറയുന്നു. 14. ഘട്ടം 14. ആദ്യ ദിവസം മുതൽ വിജയത്തിന് രൂപകൽപ്പന ചെയ്യുക. സ്റ്റെപ്പ് 12. ഡിസൈൻ ഫോർ സക്സസ് ഫ്രം ഡേ 1.
ചോദിക്കേണ്ട ചോദ്യങ്ങൾ: 1. നിങ്ങളുടെ പ്രധാന ഡിഫറൻഷിയേറ്റഡ് ഘടകം എന്താണ്? 2. മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കും? 3. ചിലവുകൾ എങ്ങനെ കുറയ്ക്കും? ഇവയെല്ലാം ചേരുമ്പോൾ ടെക് പ്ലസ് ബിസിനസ് മോഡൽ പ്ലസ് ഗോ ടു മാർക്കറ്റ് സമം വിജയം. ഫൈനൽ ആൻസർ: ഒരു മൂല്യവത്തായ സ്റ്റാർട്ടപ്പ് നിർമ്മിക്കാൻ നിങ്ങളുടേതായ നിയമങ്ങൾ ഉണ്ടാക്കുക, ഉൽപ്പന്നത്തെ എളുപ്പം സ്വീകാര്യമാക്കുക, ലെയേർഡ് പ്രൈസിംഗ് ഉപയോഗിക്കുക, കമ്മ്യൂണിറ്റി പ്ലസ് പങ്കാളികളെ ഉപയോഗിക്കുക, റിട്ടൻഷൻ, അപ്സെൽ എന്നിവയിൽ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലയേഴ്സിലും ലെവേഴ്സിലും ശ്രദ്ധിക്കുക. ഇവയെല്ലാം ചേരുമ്പോൾ മൂല്യം സൃഷ്ടിക്കാനും വിതരണം ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, മൂല്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലും മാറ്റം വരുത്തുക.